പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഈ ഒരു ദിവസം ശരിക്കും നമ്മൾ പ്രാർത്ഥിക്കുന്ന ഓരോ മേഖലയിലും ഈശോയുടെ ഒരു വലിയൊരു ഇടപെടൽ നമുക്ക് അനുഭവിക്കാൻ തക്ക വിധത്തിൽ, ഇപ്പോൾ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ആ ഒരു ഈശോയുടെ ഇടപെടൽ നമുക്ക് ഈ ദിവസം തന്നെ നമുക്ക് അനുഭവിക്കാൻ തക്ക വിധത്തിൽ ഒരു കൃപ ഞങ്ങൾ വർഷിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിലാപങ്ങളുടെ പുസ്തകം 1:9. അവിടെ വചനം വെളിപ്പെടുന്നത് എങ്ങനെയാണ്? അവളുടെ അശുദ്ധി അവളുടെ വസ്ത്രത്തിലുണ്ടായിരുന്നു എന്നിട്ട് പറയാണ്, തൻ്റെ വിനാശത്തെ പറ്റി അവൾ ചിന്തിച്ചില്ല. അതായത് അവളുടെ വസ്ത്രത്തിൽ എന്തുണ്ടായിരുന്നു? അശുദ്ധി ഉണ്ടായിരുന്നു. തുടർന്ന് പറയുകയാണ്, തൻ്റെ വിനാശത്തെ പറ്റി അവൾ ചിന്തിച്ചില്ല. പ്രിയ സഹോദരങ്ങളെ, ഇത് പുതിയ നിയമത്തിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഈ വചനം എന്താ പറയണമെന്നറിയാവോ? നമ്മുടെ ജീവിതത്തിൽ ഒരു പാപമുണ്ട്. നമ്മളത് കുമ്പസാരിക്കാതെ, അതിനെക്കുറിച്ചിട്ട് ആഴത്തിൽ അനുദപിക്കാതെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ അശുദ്ധി ഉണ്ടല്ലോ, നമ്മുടെ പാപം ഉണ്ടല്ലോ, ആ പാപം തന്നെ നമ്മുടെ വിനാശത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കും. ഞാൻ പോകുന്ന എല്ലാ ഇടവകളിലും ദൈവജനത്തെ ശക്തമായിട്ട് ശാസിക്കാറുള്ളൊരു കാര്യമുണ്ട്. ഞാൻ വിചാരിച്ചതായിരുന്നു എല്ലായിടത്തും. അതായത് അവർ കുടിശ്ശിക അടച്ചില്ല, അല്ലെങ്കിൽ അതൊന്നും എൻ്റെ വിഷയമല്ല അതൊന്നും. പക്ഷെ അവർ കൺഫെഷൻ നടത്തിയില്ലെങ്കിൽ ഞാൻ ശക്തമായിട്ട് വികാരിച്ചതിൻ്റെ അധികാരം ഉപയോഗിച്ച് വഴക്ക് പറയും ശരിക്കും ഞാൻ. കാരണം എന്താണെങ്കിൽ അതവർ ആ ജനത്തെ നാശത്തിൽ കൊണ്ടുചെന്നെത്തിക്കും. ഭൗതികമായത് സമ്പത്ത് ഇപ്പോൾ ഇടവയ്ക്ക് സമ്പത്തില്ല, സാരില്ല, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല, ദൈവം അതൊക്കെ തരും. പക്ഷേ പാപം ഒരു ഇടവകയിൽ ജനത്തിൻ്റെ കൂടപ്പിറപ്പായിട്ട് പാപം ഉണ്ടാവുക, അതിൻ്റെ ഒപ്പം തന്നെ അത് കഴുകിക്കളയാനായിട്ടുള്ള അവസരങ്ങൾ ഇല്ലാതാവുക. പ്രിയ സഹോദരങ്ങളെ, ആ ദേശം നശിച്ചു പോകും. അതാണ് തൻ്റെ വിനാശത്തെ പറ്റി, അതായത് അവളുടെ അശുദ്ധി അവളുടെ വസ്ത്രത്തിലുണ്ടായിരുന്നു, തൻ്റെ വിനാശത്തെ പറ്റി അവൾ ചിന്തിച്ചില്ല. അപ്പം നിങ്ങൾ എന്നോട് ചോദിക്കുക, അങ്ങനെയാണെങ്കിൽ അച്ഛനെ ഇടവകയിൽ എല്ലാവരും കുമ്പസാരിച്ച് ഇല്ല? അതായത് ഈശോ തന്നെ വന്നു അല്ലേ, 12 പേരെ ഈശോ തിരഞ്ഞെടുത്തു, ഒരാൾ വളയം ചാടി പോയില്ലേ? ഇതുപോലെ നമ്മൾ ശരിക്കും നമ്മളുടേതായ രീതിയിൽ ഒരു പരിശ്രമം നടത്തണം. ഒരുപാട് പേര് അത് സ്വീകരിക്കും, കുറച്ച് പേര് എങ്ങനെയായാലും അത് നാശത്തിൻ്റെ പുത്രന്മാർ എന്ന് പറഞ്ഞതുപോലെ അവർ ചിലപ്പോൾ വളയം ചാടിക്ക് പോകാം. എന്നാൽ നമ്മുടെ ഭാഗത്തുള്ള പരിശ്രമം നമ്മൾ നടത്തണം. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ കുമ്പസാരത്തെ വലിയ ഗൗരവത്തോടെ, പാപം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ മുൻപിൽ നമുക്ക് പൗഡറും പിന്നെ ലിഫ്റ്റിക്കൊക്കെ ഇട്ട് നമുക്ക് നമ്മുടെ 6 പാക്കൊക്കെ കാണിച്ച് നടക്കാം. പക്ഷെ പിശാച് പാപം ഉണ്ടെങ്കിൽ അവൻ അത് സെൻസ് ചെയ്യും. അത് സെൻസ് ചെയ്യാനുള്ള ഒരു പ്രത്യേക ഒരു ടൂള് പിശാചിൻ്റെ ഉണ്ടാവും. അവൻ ശരിക്കും നമ്മളെ നശിപ്പിച്ച് കളയും. അതുകൊണ്ടാണ് വിശുദ്ധ കുമ്പസാരത്തെ നമ്മൾ ഗൗരവമായിട്ട് എടുക്കണമെന്ന് സ്വർഗ്ഗം ആഗ്രഹിക്കുന്നുണ്ട്. ഓ ദൈവമേ, ഞങ്ങൾ ഒരുപാട് കള്ളക്കുമ്പസാരമൊക്കെ നടത്തിയിട്ടുണ്ട് കർത്താവേ. ഇത് കേൾക്കുമ്പോൾ, ഈ ആശീർവാദം സ്വീകരിക്കുമ്പോൾ അങ്ങയുടെ പ്രിയപ്പെട്ട മക്കൾക്ക് നല്ലൊരു കുമ്പസാരം നടത്താനുള്ള ഒരു ഉത്കടമായ ആഗ്രഹം പരിശുദ്ധാത്മാവേ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.